നമസ്കാരം. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അതിനു മുൻപ് ഈ ചർച്ചയുടെ ഒരു അടിസ്ഥാനം എന്താണെന്ന് പറയാം. നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത് കണ്ണൂർ ഡെന്റൽ കോളേജിലെ പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി വിഭാഗം മേധാവി ഡോക്ടർ മുഹമ്മദ് അർഷാദ്, പിന്നെ കോഴിക്കോടുള്ള ഡെന്റിസ്റ്റ് ആൻഡ് യു ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന ഡെന്റൽ NGOയിലെ ഡോക്ടർ വിവേക് ജി ഇവർ ചേർന്ന് തയ്യാറാക്കിയ വളരെ വിശദമായ ചില പഠന സാമഗ്രികളെ അടിസ്ഥാനമാക്കിയാണ്. ഇതൊരു ഓഡിയോ സീരീസിന്റെ ഭാഗമാണ് കേട്ടോ. പ്രത്യേകിച്ച് ആർക്കുവേണ്ടിയാണെന്ന് വെച്ചാൽ കിടപ്പിലായവർ, പിന്നെ പാലിയേറ്റീവ് കെയർ ആവശ്യമുള്ളവർ, അങ്ങനെയുള്ളവരെ വീട്ടിൽ നോക്കുന്ന സാധാരണ ആളുകളില്ലേ, അതായത് വീട്ടിലെ അംഗങ്ങൾ അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകർ, നഴ്സിംഗ് അസിസ്റ്റന്റുമാർ, കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കേഴ്സ്, നമ്മുടെ അംഗൻവാടി ആശാ വർക്കർമാർ, ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു പരിശീലനത്തിന്റെ ഭാഗമാണിത്. അപ്പോൾ ഈ പരിശീലനം കഴിയുമ്പോഴേക്കും എന്തൊക്കെ കാര്യങ്ങളാ ഇവർക്ക്, അതായത് ഈ പരിചരണം നൽകുന്ന നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക? പ്രധാനമായിട്ടും ഈ ആശ്രിതരായവരുടെ വായിലെ പ്രശ്നങ്ങൾ അത് തിരിച്ചറിയാൻ പറ്റും. ഡെയിലി കെയർ. അതെ. പിന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നാൽ അത് കൈകാര്യം ചെയ്യാനും എപ്പോഴാണ് ഒരു ഡെന്റിസ്റ്റിനെ കാണിക്കേണ്ടത് അതും മനസ്സിലാകും. ശരി. അപ്പോ ഈ പഠന പരമ്പരയിൽ മൊത്തം 12 ഭാഗങ്ങളുണ്ട്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അതിലെ 9ാം ഭാഗത്തെക്കുറിച്ചാണ്. വിഷയം ഇതാണ്: വായുടെ ആരോഗ്യ പരിപാലനത്തിൽ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നത്, നിരീക്ഷിക്കുന്നത്, പിന്നെ ആവശ്യമെങ്കിൽ വിദഗ്ധ സഹായം തേടുന്നത്. റെക്കോർഡ് കീപ്പിംഗ്, മോണിറ്ററിംഗ് ആൻഡ് റിഫറൽ ഇൻ ഓറൽ ഹെൽത്ത് കെയർ. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇതൊരു ഡ്രൈ ടോപ്പിക്കാണല്ലോ എന്ന് തോന്നാം. പക്ഷേ ഒരു ചെറിയ നോട്ട്ബുക്കും പിന്നെ നമ്മുടെ കുറച്ച് ശ്രദ്ധയോ ഉണ്ടെങ്കിൽ ചിലപ്പോൾ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നൊരു കാര്യമാണിത്, അല്ലേ? തീർച്ചയായും. നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. നമ്മൾ പലപ്പോഴും വായ കഴുകുന്നതിലും പല്ലു തേക്കുന്നതിലുമൊക്കെ ശ്രദ്ധിക്കും. പക്ഷേ കാണുന്ന ചെറിയ മാറ്റങ്ങൾ അതൊന്ന് കുറിച്ചുവെക്കാൻ വിട്ടുപോകാറുണ്ട്. പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കൂ, സ്വന്തമായിട്ട് വേദനയുണ്ടെന്നോ ബുദ്ധിമുട്ടുണ്ടെന്നോ പറയാൻ പറ്റാത്ത ഒരാൾ, അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിച്ചു കുറിച്ചിടുന്ന 1-2 വാചകങ്ങൾ ചിലപ്പോൾ അവരുടെ ശബ്ദമായി മാറും. അതെ, അവരുടെ ശബ്ദമാകാൻ കഴിയും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അപ്പോ എന്തുകൊണ്ടാണ് ഡോക്ടർ ഈ റെക്കോർഡ് കീപ്പിംഗ് ഇത്ര പ്രധാനമെന്ന് പറയുന്നത്? വെറുതെ വായ വൃത്തിയാക്കിയാൽ പോരെ? നല്ല ചോദ്യം. വായ വൃത്തിയാക്കുന്നത് തീർച്ചയായും വേണം. പക്ഷേ അത് മാത്രം പോരാ. എന്താന്ന് വെച്ചാൽ വായിലെ പല പ്രശ്നങ്ങളും, ഉദാഹരണത്തിന് മോണരോഗം, ഗം ഡിസീസ് ആയിക്കോട്ടെ, ചെറിയ പുണ്ണുകൾ, അൾസർസ് ആയിക്കോട്ടെ, ഇതൊക്കെ വളരെ സാവധാനത്തിലാണ് തുടങ്ങുന്നത്. അപ്പോ ദിവസവും വായ വൃത്തിയാക്കുന്നതിന്റെ കൂടെ കാണുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ടൊന്ന് കുറിച്ചിട്ടാൽ അതിന് പല ഗുണങ്ങളുണ്ട്. ഒന്ന്, നമുക്കാ വ്യക്തിയുടെ വായിലെ അവസ്ഥ കാലക്രമേണ എങ്ങനെ പോകുന്നു എന്നൊരു ട്രാക്ക് കിട്ടും. ട്രാക്ക് പ്രോഗ്രസ്. മെച്ചപ്പെടുന്നുണ്ടോ അതോ മോശമാവുകയാണോ? 2, എന്തെങ്കിലും പ്രശ്നം, ഒരു അണുബാധയോ മറ്റോ, അത് വലുതാകുന്നതിന് മുൻപ് തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റിയേക്കാം. ഒരു ചെറിയ ചുവപ്പ് നിറം അല്ലെങ്കിൽ ഒരു വെളുത്ത പാട്, അത് നേരത്തെ കണ്ടാൽ പിന്നീട് അതൊരു വലിയ പ്രശ്നമാകാതെ നോക്കാം. 3ാമത്തെ കാര്യം, നമ്മൾ ഈ രോഗിയെ ഒരു ഡോക്ടറുടെ അടുത്തോ ഡെന്റിസ്റ്റിന്റെ അടുത്തോ കൊണ്ടുപോകുമ്പോൾ ഈ വിവരങ്ങൾ കയ്യിലുണ്ടെങ്കിൽ അവർക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. കോർഡിലേറ്റ് കെയർ, ഒരു ക്ലിയർ പിക്ചർ കിട്ടും. ശരിയാണ്. പിന്നെ 4ാമതായി, ഇത് നമ്മളെ ദിവസവും ഈ പരിചരണം കൊടുക്കുന്നുണ്ട് എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ്. പ്രത്യേകിച്ച് 1-ൽ കൂടുതൽ ആളുകൾ നോക്കുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ. അവസാനമായി, ഇത് പരിചരിക്കുന്ന നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് തരും. നിങ്ങൾ ചെയ്യുന്ന ഈ ജോലി എത്ര പ്രധാനപ്പെട്ടതാണെന്ന് ഓർക്കാൻ സഹായിക്കും. പ്രത്യേകിച്ചും വീട്ടിലിരുന്ന് പരിചരിക്കുമ്പോൾ എപ്പോഴും ഡോക്ടറോ നഴ്സോ വരണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഈ കുറിപ്പുകൾ ആ വീടും ഹെൽത്ത് സിസ്റ്റവും തമ്മിലുള്ള ഒരു കണക്ഷൻ പോലെ, ഒരു പാലം പോലെയാവും. ഒരു ബ്രിഡ്ജ് പോലെ. അപ്പോൾ ഇതൊരു അധികം ജോലിയായി കാണേണ്ട കാര്യമില്ല. ശരിക്കും പരിചരണത്തിന്റെ ഒരു ഭാഗം തന്നെയാണിത്. വീടും ആരോഗ്യ സംവിധാനവും തമ്മിലുള്ള പാലം, അത് നല്ലൊരു വാക്കാണ്. ശരി, അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് കുറിച്ചു വെക്കേണ്ടത്? ഇതിന് വലിയ ഫോമുകളോ അല്ലെങ്കിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ചാർട്ടുകളൊക്കെ വേണോ? ഒട്ടും വേണ്ട. അങ്ങനെ വലിയ സങ്കീർണമായ ഫോമിന്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ ഏറ്റവും പ്രധാനം സ്ഥിരതയാണ്, കൺസിസ്റ്റൻസി. ഒരു ചെറിയ നോട്ട്ബുക്ക് മതി. അതിനൊരു പേരിടാം, ഓറൽ കെയർ റെക്കോർഡ് എന്നോ മറ്റോ. എന്നിട്ട് ദിവസവും അല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും ഇടവിട്ട് വായ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് എടുത്ത് കുറച്ച് കാര്യങ്ങൾ എഴുതിയാൽ മതി.
എന്തൊക്കെയാണ് ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ? ഒന്ന് വിശദമാക്കാമോ? പറയാം. ഒന്നാമതായിട്ട് തീയതിയും സമയവും എഴുതണം. എപ്പോഴാണ് പരിചരണം കൊടുത്തത് എന്നുള്ളത്. ഉദാഹരണം ഒക്ടോബർ 15, 2025 രാവിലെ 9 മണി. രണ്ടാമത് വായയുടെ ഒരു പൊതുവായ അവസ്ഥ, കണ്ടീഷൻ ഓഫ് മൗത്ത്. എങ്ങനെയാണ് കാണുന്നത്? ക്ലീൻ ആണോ അതോ ഉണങ്ങി വരണ്ടിരിക്കുകയാണോ, ഡ്രൈ? നാക്കിലൊക്കെ വെളുത്ത പടലം പോലെ പാടയുണ്ടോ, കോട്ടഡ്? എവിടെയെങ്കിലും പുണ്ണുകളോ മുറിവുകളോ കാണുന്നുണ്ടോ? മോണയിൽ നിന്നോ മറ്റോ രക്തം പൊടിയുന്നുണ്ടോ, ബ്ലീഡിംഗ്? വളരെ ചുരുക്കി എഴുതാം. ഉദാഹരണം നാക്ക് വരണ്ടിരിക്കുന്നു, വെളുത്ത പാടയുണ്ട്. ഓക്കേ. മൂന്നാമത് രോഗിയുടെ പ്രതികരണം, പേഷ്യൻസ് റെസ്പോൺസ്. അവരെങ്ങനെയാണ് പ്രതികരിച്ചത്? സഹകരിച്ചോ, കോപ്പറേറ്റീവ്? അതോ എതിർപ്പ് കാണിച്ചോ, റെസിസ്റ്റന്റ്? ചിലപ്പോൾ ഉറക്കത്തിലായിരിക്കും, അതും എഴുതാം. അല്ലെങ്കിൽ വായ തുറക്കുമ്പോൾ ഓക്കാനം വരുന്നുണ്ടോ, അതും കുറിക്കാം. ഉദാഹരണം സഹകരിച്ചു, പക്ഷെ ചെറിയ ഓക്കാനം വന്നു. നാലാമത് പല്ല് സെറ്റ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അതെന്താണ് ചെയ്തത്? വായിൽ തന്നെ വെച്ചിട്ടുണ്ടോ, ഇൻ മൗത്ത്? ഊരിവെച്ചോ, റിമൂവ്ഡ്? അത് ക്ലീൻ ചെയ്തോ, ക്ലീൻഡ്? ഉദാഹരണം പല്ല് സെറ്റ് ഊരി കഴുകി ബോക്സിൽ വെച്ചു, സ്റ്റോർഡ്. ശരി. അഞ്ചാമതായി ആശ്വാസനില, കംഫർട്ട് ലെവൽ. വായ വൃത്തിയാക്കി കഴിഞ്ഞപ്പോ അവർക്കെങ്ങനെയുണ്ട്? ഒരാശ്വാസം തോന്നുന്നുണ്ടോ അതോ അസ്വസ്ഥത പറയുന്നോ, ഇറിറ്റേറ്റഡ്? സംസാരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ നമുക്ക് ചോദിച്ചെഴുതാം. ഉദാഹരണം വായിക്ക് നല്ല ഫ്രഷ്നെസ് ഉണ്ട് എന്ന് പറഞ്ഞു. ആറാമത് അസാധാരണമായി എന്തെങ്കിലും കണ്ടോ? എനി അബ്നോർമൽ ഫൈൻഡിങ്സ്? സാധാരണ കാണാത്ത എന്തെങ്കിലും? പുതിയൊരു പുണ്ണ്, അൾസർ, ഒരു ചുവപ്പ് നിറം, റെഡ്നെസ്, നീര്, സ്വെല്ലിംഗ്, അല്ലെങ്കിൽ തുടച്ചാൽ പോകാത്തൊരു വെളുത്ത പാട്, വൈറ്റ് പാച്ചസ്? ഉദാഹരണം താഴത്തെ ചുണ്ടിന്റെ ഉൾഭാഗത്ത് ഒരു ചെറിയ ചുവന്ന പാട്. അവസാനമായിട്ട് ഏഴാമത് നിങ്ങൾ എന്ത് നടപടിയെടുത്തു? ആക്ഷൻ ടേക്കൺ. ഒരു പ്രശ്നം കണ്ടപ്പോൾ നിങ്ങൾ എന്തു ചെയ്തു? ഉപ്പുവെള്ളം കൊണ്ട് കഴുകാൻ കൊടുത്തോ അതോ നഴ്സിനെയോ ഡോക്ടറെ വിളിച്ചു പറഞ്ഞോ? അല്ലെങ്കിൽ ഇതൊന്നും സാരമില്ല, നാളെ നോക്കാമെന്ന് വെച്ചോ? അതല്ലെങ്കിൽ ഡോക്ടറെ കാണിക്കാൻ തീരുമാനിച്ചു? അതും കുറിക്കാം. ഉദാഹരണം നഴ്സിനെ ഫോൺ ചെയ്ത് വിവരം പറഞ്ഞു. ഇത്രയും സിമ്പിളായ കാര്യങ്ങൾ മതിയാവും. വളരെ വ്യക്തമായി. ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്, ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ വ്യക്തിയുടെ വായിലെ ഒരു അവസ്ഥയെക്കുറിച്ച് നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടും. അപ്പൊ ദിവസവും ഇങ്ങനെ നോക്കുന്നതിനപ്പുറം കുറച്ചുകൂടി ഒരു ലോങ് ടേമിൽ, ഒരാഴ്ചയിലോ മാസത്തിലോ ഒക്കെ ഈ നിരീക്ഷണം എങ്ങനെയാവണം? ശരിയാണ്. ദൈനംദിന നിരീക്ഷണം അത് ബേസിക്കാണ്. അതിന്റെ കൂടെ ആഴ്ചയിലൊരിക്കലും മാസത്തിലൊരിക്കലും ഒരു ഓവറോൾ വ്യൂ നോക്കുന്നത് നല്ലതാണ്. ദിവസവും നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, വായുടെ വൃത്തി, ഈർപ്പം, രോഗിക്ക് ആശ്വാസമുണ്ടോ, കംഫർട്ട്, പിന്നെ ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ വിഴുങ്ങാനോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. വായിലെ ഗന്ധം, നിറം, സംസാരത്തിൽ വരുന്ന മാറ്റങ്ങൾ ഒക്കെ ശ്രദ്ധിക്കാം, കുറിക്കാം. ഓക്കേ. ആഴ്ചയിലൊരിക്കൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മോണയുടെ അവസ്ഥ നോക്കാം. നീരുണ്ടോ, സ്വെല്ലിംഗ്? ബ്രഷ് ചെയ്യുമ്പോഴോ അല്ലാതെയോ രക്തം വരുന്നുണ്ടോ, ബ്ലീഡിംഗ്? പല്ല് സെറ്റുണ്ടെങ്കിൽ അതിൽ പൊട്ടലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉരയുന്ന കൂർത്ത ഭാഗങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാം. രോഗിയോട് ചോദിക്കാം, വായിൽ എവിടെയെങ്കിലും വേദനയോ പുളിപ്പോ അനുഭവപ്പെടുന്നുണ്ടോ എന്ന്. മാസത്തിലൊരിക്കൽ ആ മാസം എഴുതിയ റെക്കോർഡ്സ് ഒന്ന് മറിച്ചു നോക്കാം. എന്തെങ്കിലും ഒരു പാറ്റേൺ കാണുന്നുണ്ടോ? സ്ഥിരമായി എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ? ഉദാഹരണത്തിന് വായ എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കുന്നു, പെർസിസ്റ്റന്റ് ഡ്രൈനസ്, അല്ലെങ്കിൽ ഒരേ സ്ഥലത്ത് തന്നെ ഇടയ്ക്കിടെ പുണ്ണ്, അൾസർ. അണുബാധയുടെ ലക്ഷണങ്ങൾ കൂടുന്നുണ്ടോ? ഇതൊക്കെ നോക്കാം. ഈ കണ്ടെത്തലുകൾ നിങ്ങളുടെ സൂപ്പർവൈസിംഗ് നഴ്സുമായോ അല്ലെങ്കിൽ പാലിയേറ്റീവ് ടീം ഉണ്ടെങ്കിൽ അവരുമായും ഷെയർ ചെയ്യാം. ശരിയാണ്. ഇവിടെയുള്ളൊരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മോണിറ്ററിംഗ് നമ്മളിലൊരു അവബോധം, ഒരു അവെയർനെസ് ഉണ്ടാക്കുന്നു. മോണിറ്ററിംഗ് ബിൽഡ്സ് അവെയർനെസ്. ആ അവബോധമാണ് യഥാർത്ഥത്തിൽ പ്രതിരോധത്തിന് അടിസ്ഥാനം. അവെയർനെസ് ബിൽഡ്സ് പ്രിവെൻഷൻ. പ്രശ്നം വഷളാവും മുൻപ് നമുക്കിടപെടാൻ പറ്റും. അവബോധമാണ് പ്രതിരോധത്തിന്റെ താക്കോൽ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. അപ്പോൾ ഈ നിരീക്ഷണം നടത്തുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, കണ്ടാൽ ഒട്ടും വൈകാൻ പാടില്ലാത്ത ചില അപകട സൂചനകൾ എന്ന് പറയാവുന്ന കാര്യങ്ങളുണ്ടാകുമല്ലോ, റെഡ് ഫ്ലാഗ്സ്. എന്തൊക്കെയാണവ? തീർച്ചയായും ചില ലക്ഷണങ്ങൾ കണ്ടാൽ നമ്മൾ കുറച്ചുകൂടി അലേർട്ടാകണം. ആവശ്യമെങ്കിൽ ഉടൻ തന്നെ ഒരു പ്രൊഫഷണൽ ഒപ്പീനിയൻ എടുക്കണം. അതിനെയാണ് നമ്മൾ റെഡ് ഫ്ലാഗ്സ് എന്ന് പറയുന്നത്. 1. 10 ദിവസത്തിൽ കൂടുതൽ ഉണങ്ങാതെ നിൽക്കുന്ന പുണ്ണുകൾ.
സാധാരണ ചെറിയ മുറിവുകളോ പുണ്ണുകളോ ഒക്കെ ഒരാഴ്ചയ്ക്കുള്ളിൽ ഉണങ്ങും. അതിൽ കൂടുതൽ സമയമെടുക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു അണുബാധ, ഇൻഫെക്ഷനാകാം, അല്ലെങ്കിൽ വളരെ റെയറായിട്ടാണെങ്കിലും ക്യാൻസറിന്റെ ഒരു സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. ഓ, അങ്ങനെയും വരാം. 2. തുടച്ചാൽ പോകാത്ത വെളുത്തതോ ചുവന്നതോ ആയ പാടുകൾ, വൈറ്റ് ഓർ റെഡ് പാച്ചസ് ദാറ്റ് ഡോണ്ട് വൈപ്പ് ഓഫ്. നാക്കിലോ കവിളിലോ മോണയിലോ ഒക്കെ കാണുന്ന തുടച്ചാൽ പോകാത്ത രീതിയിലുള്ള പാടുകൾ. ഇത് ചിലപ്പോൾ ക്യാൻസറിന് മുന്നോടിയായിട്ടുള്ള മാറ്റങ്ങളാകാം. ഇത് കണ്ടാൽ പേടിക്കുകയല്ല, ഉടനെ ഒരു ഡോക്ടറെ കാണിക്കുകയാണ് വേണ്ടത്. ശരി. 3. മോണയിലോ മുഖത്തോ നീര് വരിക, അല്ലെങ്കിൽ പഴുപ്പ് കാണുക. ഇത് സാധാരണയായി പല്ലിന്റെ വേരിലുള്ള പഴുപ്പ്, ഡെന്റൽ ആബ്സസ്, അല്ലെങ്കിൽ മോണയിലെ അണുബാധ, ഗം ഇൻഫെക്ഷൻ കാരണം വരാം. 4. കാരണമില്ലാതെ മോണയിൽ നിന്ന് രക്തം വരിക, ബ്ലീഡിംഗ് ഗംസ്. വെറുതെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ചെറുതായി തട്ടുമ്പോൾ തന്നെ ബ്ലീഡിംഗ് വരുന്നുണ്ടെങ്കിൽ അത് മോണരോഗം, ഗം ഡിസീസ് കുറച്ച് കൂടിയിട്ടുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ കഴിക്കുന്ന മരുന്നുകളുടെ ഒരു സൈഡ് എഫക്റ്റായോ വരാം. 5. പെട്ടെന്ന് ഭക്ഷണം വിഴുങ്ങാനൊരു ബുദ്ധിമുട്ട് വരിക, ഡിഫിക്കൽറ്റി സ്വാളോയിങ്. ഇത് വായിലോ തൊണ്ടയിലോ ഉള്ള അണുബാധ കൊണ്ടോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും വളർച്ച ഉള്ളതുകൊണ്ടോ അതുമല്ലെങ്കിൽ സ്ട്രോക്ക് പോലെയുള്ള നാഡീസംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ടോ ആകാം. 6. വായ നന്നായി വൃത്തിയാക്കിയിട്ടും മാറാത്ത ഒരു ദുർഗന്ധം, ഫൗൾ സ്മെൽ നോട്ട് ഇംപ്രൂവിംഗ് ഡിസ്പൈറ്റ് ക്ലീനിംഗ്. ഇത് മിക്കവാറും വായിലെ അണുബാധയുടെയോ ശുചിത്വക്കുറവിന്റെയോ ലക്ഷണമാണ്. ചിലപ്പോൾ മറ്റ് ആരോഗ്യപ്രശ്നങ്ങളുമാകാം. ശരി. ഇതിനെ ആംഗുലാർ കീലൈറ്റിസ് എന്ന് പറയും. ഇത് പലപ്പോഴും ഒരു ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ടോ അല്ലെങ്കിൽ വിറ്റാമിൻ കുറവ് കൊണ്ടോ വരാം. 8. മുഖത്ത് വേദനയോ നീരോ അനുഭവപ്പെടുക. ഇത് ചിലപ്പോൾ പല്ലിലെ അണുബാധ മുഖത്തേക്ക് വ്യാപിക്കുന്നതിൻ്റെയോ അല്ലെങ്കിൽ സൈനസ് ഇൻഫെക്ഷൻ്റെയോ ലക്ഷണമാകാം. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ ഏതെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾ കാണുകയാണെങ്കിൽ, പ്രത്യേകിച്ച് അത് 2-3 ദിവസമായിട്ട് തുടരുകയോ കൂടുകയോ ചെയ്യുകയാണെങ്കിൽ, ഒട്ടും വൈകാതെ ആ വ്യക്തിയെ ഒരു ഡെന്റിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെയോ അടുത്തേക്ക് റെഫർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ റെഡ് ഫ്ലാഗുകൾ അറിഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനമാണ്. നമ്മൾ ഈ പരിചരണം കൊടുക്കുമ്പോൾ ഒരു ഡോക്ടറെ പോലെ രോഗനിർണയം നടത്തുക എന്നതിലുപരി എപ്പോഴാണ് വിദഗ്ധ സഹായം വേണ്ടതെന്ന് തിരിച്ചറിയാനാണിത് സഹായിക്കുന്നത്, അല്ലേ? കൃത്യമായി പറഞ്ഞു. നമ്മൾ ഡയഗ്നോസിസ് ചെയ്യുന്നില്ല, നമ്മൾ നിരീക്ഷിക്കുന്നു, എന്നിട്ട് വിദഗ്ധരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അതാണ് നമ്മുടെ റോൾ. ശരി. അപ്പോൾ ഇങ്ങനെയൊരു റെഡ് ഫ്ലാഗ് നമ്മൾ കണ്ടു, ആ വ്യക്തിയെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് വർക്കറെ വിവരമറിയിക്കണം. അപ്പം നമ്മുടെ കയ്യിലുള്ള ഈ നോട്ട്ബുക്കിലെ വിവരങ്ങൾ എങ്ങനെയാണ് ഏറ്റവും ഫലപ്രദമായിട്ട് അവരുമായിട്ട് ഷെയർ ചെയ്യേണ്ടത്? അതും വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ഡോക്ടറെ കാണാൻ പോകുമ്പോൾ തീർച്ചയായും ആ റെക്കോർഡ് ബുക്ക് കയ്യിൽ കരുതണം. എന്നിട്ട് കാര്യങ്ങൾ വളരെ വ്യക്തവും ലളിതവുമായിട്ട് പറയാം, അല്ലെങ്കിൽ ഒരു ചെറിയ കുറിപ്പായിട്ട് എഴുതി കൊടുക്കാം. അതിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. 1. രോഗിയുടെ പേര്, വയസ്സ്, പേഷ്യൻസ് നെയിം ആൻഡ് ഏജ്. 2. അവരുടെ പ്രധാനപ്പെട്ട ആരോഗ്യാവസ്ഥ, റെലവന്റ് കണ്ടീഷൻ. ഉദാഹരണത്തിന് കിടപ്പിലാണ്, ബെഡ് റിഡൻ, ഷുഗറുണ്ട്, ഡയബറ്റിക്, സ്ട്രോക്ക് വന്ന ആളാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ. 3. ഈ പ്രശ്നം എന്നു മുതലാണ് നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്? ഡേറ്റ്, വെൻ ദ ഇഷ്യൂ സ്റ്റാർട്ടഡ്, ഏകദേശം ഒരു ഡേറ്റ്. 4. എന്താണ് നിങ്ങൾ കണ്ട പ്രധാന പ്രശ്നം, വാട്ട് യു ഒബ്സർവ്ഡ്. വേദനയാണോ, പുണ്ണാണോ, നീരാണോ, ദുർഗന്ധമാണോ, ബ്ലീഡിംഗ് ആണോ, അത് വ്യക്തമാക്കണം. 5. നിങ്ങൾ വീട്ടിൽ എന്തെങ്കിലും ഇതിനുവേണ്ടി ചെയ്തോ? വാട്ട് ആക്ഷൻസ് യു ഓൾറെഡി ടുക്ക്. ഉപ്പുവെള്ളം കൊപ്പിളിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും മരുന്ന് പുരട്ടിയോ, അങ്ങനെ എന്തെങ്കിലും. 6. ഈ പ്രശ്നം കൂടുകയാണോ കുറയുകയാണോ, വലുതാകുന്നുണ്ടോ, പടരുന്നുണ്ടോ, സ്പ്രെഡിംഗ്. ഇതിനൊരു ഉദാഹരണം പറയാമോ? എങ്ങനെയാണ് ഡോക്ടറോട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്ന്? പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ അബ്ദുൽ എന്ന ആളുടെ കാര്യം എടുക്കാം. ഡോക്ടറോട് ഇങ്ങനെ പറയാം, ഡോക്ടർ, ഇത് മിസ്റ്റർ അബ്ദുൾ, 75 വയസ്സുണ്ട്, സ്ട്രോക്ക് വന്ന് കിടപ്പിലാണ്. കഴിഞ്ഞ ഒരു 7 ദിവസമായിട്ട് തീയതി ഓർമ്മയുണ്ടെങ്കിൽ അത് പറയാം. ഇദ്ദേഹത്തിന്റെ ഇടത് കവിളിന്റെ ഉള്ളിലായിട്ട് ഒരു ചുവന്ന പുണ്ണ് കാണുന്നുണ്ട്. ഞങ്ങൾ ദിവസവും വായ ക്ലീൻ ചെയ്യാറുണ്ട്, പക്ഷേ ഇത് ഉണങ്ങുന്നില്ല. ഇന്ന് രാവിലെ നോക്കിയപ്പോൾ അതിൽ നിന്ന് ചെറുതായി ബ്ലീഡിംഗ് കണ്ടു. ഞങ്ങൾ വേറെ മരുന്നൊന്നും കൊടുത്തിട്ടില്ല. ഇതൊന്ന് നോക്കാമോ? ഇത് കേൾക്കുമ്പോൾ തന്നെ ഡോക്ടർക്കൊരു വ്യക്തമായ ഐഡിയ കിട്ടും. ശരിയാണ്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ വ്യക്തമായ വിവരങ്ങൾ കൊടുക്കുന്നത് ക്ലിയർ ഇൻഫർമേഷൻ ഡോക്ടറുടെ സമയം ലാഭിക്കാൻ സഹായിക്കും, കൺഫ്യൂഷൻ ഒഴിവാക്കും, സ്വാഭാവികമായിട്ടും അത് ചികിത്സയുടെ ക്വാളിറ്റി കൂട്ടും. സേവ്സ് ടൈം, അവോയ്ഡ്സ് കൺഫ്യൂഷൻ ആൻഡ് ഇംപ്രൂവ്സ് കെയർ ക്വാളിറ്റി. അത് വളരെ ശരിയാണ്. ഈ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് തീർച്ചയായും സഹായകമാകും. ഇനി
ആരെയാണ് നമ്മൾ റെഫർ ചെയ്യേണ്ടത് എന്നുള്ളതിലും ഒരു വ്യക്തത വേണ്ടേ? എല്ലാ പ്രശ്നത്തിനും ഒരേ ആളെ അല്ലല്ലോ കാണിക്കേണ്ടത്. അല്ല, അത് പ്രശ്നത്തിന്റെ സ്വഭാവം അനുസരിച്ചിരിക്കും. ഇപ്പോ പൊതുവേ ഉള്ള ചില അസ്വസ്ഥതകൾ, പ്ലാക്ക് കൂടുതൽ കാണുന്നത്, ചെറിയ മോണവീക്കം, മൈൽഡ് ജിഞ്ചുവൈറ്റിസ്, ഇതൊക്കെയാണെങ്കിൽ അടുത്തുള്ള ഒരു ജനറൽ ഡെന്റിസ്റ്റിനെ, ലോക്കൽ ഡെന്റിസ്റ്റിനെ കാണിച്ചാൽ മതി. അല്ലെങ്കിൽ ഡെന്റൽ കോളേജുകളുടെ ഔട്ട്റീച്ച് ക്ലിനിക്കുകളോ സർക്കാർ ആശുപത്രികളിലെ ദന്തൽ വിഭാഗമോ ആയാലും മതി. ഓക്കെ. പക്ഷേ ഉണങ്ങാത്ത പുണ്ണുകൾ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ വെളുത്ത പാടുകളൊക്കെ കാണുകയാണെങ്കിൽ ഒരു ഡെന്റൽ സർജനെയോ അല്ലെങ്കിൽ ഓറൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റിനെയോ കാണിക്കുന്നതാണ് നല്ലത്. കാരണം അവർക്ക് ആവശ്യമെങ്കിൽ ബയോപ്സി പോലുള്ള ടെസ്റ്റുകൾ ചെയ്യാൻ സൗകര്യമുണ്ടാകും. ശരി. ഇനി കഠിനമായ വേദന, പഴുപ്പ്, മുഖത്ത് നീര് ഒക്കെയുണ്ടെങ്കിൽ ഒട്ടും വൈകരുത്. ഉടനടി ഒരു ദന്തരോഗ വിദഗ്ധനെയോ അല്ലെങ്കിൽ അത്യാവശ്യമെങ്കിൽ ഒരു ജനറൽ ഫിസിഷ്യനെയോ കാണിക്കണം. ചിലപ്പോൾ അഡ്മിറ്റ് ആകേണ്ടി വന്നേക്കാം. ഭക്ഷണം വിഴുങ്ങാനോ വായ തുറക്കാനോ പെട്ടെന്നൊരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അത് ചിലപ്പോൾ കൂടുതൽ ഗൗരവമുള്ള പ്രശ്നത്തിന്റെ ഭാഗമാകാം. അങ്ങനെയെങ്കിൽ ഒരു മെഡിക്കൽ ഡോക്ടറെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പാലിയേറ്റീവ് കെയർ ഫിസിഷ്യനെയാണ് ആദ്യം സമീപിക്കേണ്ടത്. ഈ പൂപ്പൽ ബാധ, വായ വരൾച്ച, ഇതിനൊക്കെ മരുന്നുകൾ ആവശ്യമായി വരും. അതിന് ഒരു ഡോക്ടറെയോ അല്ലെങ്കിൽ ദന്തരോഗ വിദഗ്ധനെയോ സമീപിക്കാം. പിന്നെ പല്ല് സെറ്റ് പൊട്ടിപ്പോയാൽ അല്ലെങ്കിൽ ലൂസായാൽ അത് നന്നാക്കാൻ ഒരു ഡെന്റൽ ലബോറട്ടറിയോ അല്ലെങ്കിൽ ഡെന്റൽ ടെക്നീഷ്യനെയോ ആണ് കാണിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ പ്രശ്നം എന്താണെന്നനുസരിച്ച് ആരെ കാണിക്കണമെന്നതിലും ഒരു വ്യക്തത കിട്ടി. ഈ റെക്കോർഡ് ബുക്ക് സൂക്ഷിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു പ്രധാന കാര്യം അതിന്റെ ഒരു കോൺഫിഡൻഷ്യാലിറ്റി, ആ സ്വകാര്യത ആണല്ലോ. അതെ, അത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ നോട്ട്ബുക്കിലുള്ളത് ആ വ്യക്തിയുടെ ആരോഗ്യത്തെ സംബന്ധിച്ച വിവരങ്ങളാണ്. അത് തീർത്തും സ്വകാര്യമായി സൂക്ഷിക്കണം. മെയിൻറ്റെയിൻ കോൺഫിഡൻഷ്യാലിറ്റി. ആ വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട അടുത്ത ബന്ധുക്കളുടെയോ അറിവോടും സമ്മതത്തോടും കൂടി മാത്രമേ ചികിത്സിക്കുന്ന ഡോക്ടർമാരുമായോ മറ്റ് ആരോഗ്യ പ്രവർത്തകരുമായോ ഈ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ പാടുള്ളൂ. പിന്നെ അതിലെഴുതുമ്പോൾ ആ വ്യക്തിയെ വിഷമിപ്പിക്കുന്നതോ മോശമായി ചിത്രീകരിക്കുന്നതോ ആയ ഭാഷയോ അഭിപ്രായങ്ങളോ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. എല്ലാവരോടും ബഹുമാനത്തോടെ റെസ്പെക്റ്റ് പെരുമാറണം. ഓർക്കുക, വായിലെ പ്രശ്നങ്ങൾ പലർക്കും നാണക്കേടും ബുദ്ധിമുട്ടുമുണ്ടാകുന്ന കാര്യമാണ്. അപ്പോൾ അവരുടെ ആ ഒരു അന്തസ്സും സ്വകാര്യതയും നമ്മൾ മാനിക്കണം. ഇത് നമ്മളിലുള്ള വിശ്വാസം കൂട്ടുകയുള്ളൂ. തീർച്ചയായും. ഇത് ചെയ്യുന്ന ആളുകൾക്ക്, ഈ പരിചരിക്കുന്നവർക്ക് വേറെയും ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ജോലികളും ഉണ്ടാകും. അപ്പോൾ ഈ റെക്കോർഡ് കീപ്പിംഗ്, ഈ എഴുത്ത് ഒരു വലിയ ഭാരമായി തോന്നാതെ എങ്ങനെ നമ്മുടെ ഒരു ഡെയിലി റുട്ടീന്റെ ഭാഗമാക്കാൻ പറ്റും? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതൊരു വലിയ ടാസ്ക്കായിട്ട് കാണേണ്ടതില്ല. ഓരോ തവണ വായ വൃത്തിയാക്കി കഴിയുമ്പോൾ 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് മതിയാകും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് കുറിച്ചിടാൻ. അതൊരു ശീലമാക്കിയാൽ മതി. ഉദാഹരണത്തിന്, രാവിലെ ക്ലീൻ ചെയ്ത ശേഷം ഒരു വരിയിൽ വായ ക്ലീനാണ്, ഉമിനീരുണ്ട്, മോയ്സ്ചർ. വൈകുന്നേരം ക്ലീൻ ചെയ്ത ശേഷം മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ബുദ്ധിമുട്ടില്ല, ഇന്നലെ കണ്ട ചുവപ്പ്, റെഡ്നസ് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആഴ്ചയിൽ ഒരു ദിവസം ആ ആഴ്ചത്തെ എൻട്രികളൊന്ന് ഓടിച്ചു നോക്കാൻ ഒരു 5 മിനിറ്റ്. ഓക്കെ, ഈ ആഴ്ച മോണയിൽ ബ്ലീഡിംഗ് ഇല്ല, പുതിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇങ്ങനെ ഒരു ശീലമുണ്ടാക്കിയെടുത്താൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻഫെക്ഷനോ മറ്റോ ഗുരുതരമാവുന്നതിന് മുൻപ് തന്നെ നമുക്കത് പിടിക്കാൻ പറ്റും. അപ്പോൾ ഭാവിയിൽ ഒരുപാട് സമയവും ബുദ്ധിമുട്ടും ലാഭിക്കാം. ശരിയാണ്. അതായത് ഓരോ ദിവസത്തെയും ആ ചെറിയ നിരീക്ഷണങ്ങൾ കൂടിച്ചേരുമ്പോൾ അതൊരു വലിയ ഡാറ്റയായി മാറുന്നു. ഇനി നമ്മൾ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഈ റെക്കോർഡ് ബുക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അവരുമായി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിയുമ്പോൾ എന്തെങ്കിലും പ്രത്യേകമായി ശ്രദ്ധിക്കാനുണ്ടോ? തീർച്ചയായും. ഒന്ന്, നമ്മുടെ കയ്യിലുള്ള റെക്കോർഡ് ബുക്ക് അവരെ കാണിക്കുക. നമ്മൾ കണ്ട പ്രധാന മാറ്റങ്ങൾ കൃത്യമായിട്ട് പറയുക. 2, നമുക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് ചോദിക്കാൻ ഒരു മടിയും വിചാരിക്കരുത്. ഉദാഹരണത്തിന്, ഡോക്ടറെ, ഈ പുണ്ണു മാറാൻ സാധാരണ എത്ര ദിവസമെടുക്കും? അല്ലെങ്കിൽ ഈ മരുന്നുപയോഗിക്കുമ്പോൾ എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ? ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. 3, ഡോക്ടർ തരുന്ന നിർദ്ദേശങ്ങൾ ചിലപ്പോൾ പുതിയ മരുന്നുകളായിരിക്കാം, അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കാം, അടുത്ത ഫോളോ അപ്പ് എപ്പോഴാണ് വരേണ്ടത് എന്നൊക്കെ. അതെല്ലാം ആ നോട്ട്ബുക്കിൽ തന്നെ അപ്പോഴേ കുറിച്ചു വയ്ക്കുക. അത് നല്ലൊരു പോയിന്റാണ്. അതെ, പ്രത്യേകിച്ച് നിങ്ങൾ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ഉദാഹരണത്തിന് ഹോം നേഴ്സുമാർ, നിങ്ങൾ പോയി അടുത്താൾ വരുമ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ നോട്ട്ബുക്ക് വളരെ ഹെൽപ്പ് ചെയ്യും.
ഈയൊരു കമ്മ്യൂണിക്കേഷനിലെ തുടർച്ച, കണ്ടിന്യൂറ്റി ഓഫ് കെയർ, അത് വളരെ പ്രധാനമാണ്. അപ്പോഴാണ് നമ്മുടെ ഓരോ നിരീക്ഷണവും വിലപ്പെട്ടതാകുന്നത്, ചികിത്സയുടെ ഭാഗമാകുന്നത്. ഈ നിരീക്ഷണത്തിനും രേഖപ്പെടുത്തലിനും എന്തെങ്കിലും പ്രത്യേക ടൂൾസ്, ഉപകരണങ്ങൾ ആവശ്യമുണ്ടോ? വലിയ വില കൂടിയ ഉപകരണങ്ങളൊന്നും വേണ്ട. വളരെ സാധാരണമായ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ മതി. തീർച്ചയായും ഒരു നോട്ട്ബുക്കും പേനയും. വായുടെ ഉള്ളൊക്കെ കുറച്ചുകൂടി വ്യക്തമായി കാണാൻ ഒരു ചെറിയ ടോർച്ച് ലൈറ്റ്. നമ്മുടെ മൊബൈൽ ഫോണിലെ ടോർച്ചായാലും മതി. ശരി. നിർബന്ധമൊന്നുമില്ല. പക്ഷെ വേണമെങ്കിൽ മോണയുടെ നിറമൊക്കെ താരതമ്യം ചെയ്യാൻ ഒരു കളർ ചാർട്ടോ മറ്റോ കയ്യിൽ വയ്ക്കാം. രോഗി സഹകരിക്കുന്ന ആളാണെങ്കിൽ അവർക്ക് സ്വയം കാണാനായിട്ടൊരു ചെറിയ കണ്ണാടി കൊടുക്കാം. പിന്നെ വളരെ ആവശ്യമെങ്കിൽ മാത്രം ഡോക്ടറെ കാണിക്കാനൊക്കെയായിട്ട് രോഗിയുടെയും ബന്ധുക്കളുടെയും പൂർണ്ണ സമ്മതത്തോടെ വായിലെ ആ പ്രശ്നത്തിന്റെ ഒരു ഫോട്ടോ മൊബൈൽ ക്യാമറയിൽ എടുത്തു സൂക്ഷിക്കാം. പക്ഷേ സ്വകാര്യത, പ്രൈവസി വളരെ പ്രധാനമാണ്. അത് ഉറപ്പാക്കണം. അതെ. അടുത്ത ചെക്കപ്പ് ഡേറ്റ് അല്ലെങ്കിൽ റെഫറൽ ഡേറ്റ് ഓർത്തുവെക്കാൻ ഒരു കാലണ്ടറിൽ മാർക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഇവിടെയും നമ്മൾ ഓർക്കേണ്ട പ്രധാന കാര്യം, ഉപകരണങ്ങളുടെ ഒരു കോംപ്ലക്സിറ്റിയേക്കാൾ നമ്മുടെ സ്ഥിരതയും ശ്രദ്ധയുമാണ് പ്രധാനം. കൺസിസ്റ്റൻസി ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ സൊഫിസ്റ്റിക്കേഷൻ. ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ തന്നെ ഈ ലളിതമായ റെക്കോർഡ് കീപ്പിംഗിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് വളരെ വ്യക്തമായി. ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ, ഒരു യഥാർത്ഥ അനുഭവം കൂടി പറയാമോ? തീർച്ചയായും. ഈ ട്രെയിനിംഗ് മെറ്റീരിയലിൽ തന്നെ ഡോക്ടർമാർ ഷെയർ ചെയ്ത ഒരു അനുഭവമുണ്ട്. ഒരു പാലിയേറ്റീവ് ഹോം കെയർ നഴ്സ്, അവർ 68 വയസ്സുള്ള നാരായണൻ എന്നൊരു രോഗിയെ വീട്ടിൽ പോയി കാണുകയായിരുന്നു സ്ഥിരമായിട്ട്. അപ്പോൾ ഒരു ദിവസം പതിവ് പോലെ വായ പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ നാവിൽ ഉണങ്ങാത്ത ഒരു ചെറിയ വ്രണം, സോർ, അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവരത് അപ്പോൾ തന്നെ അവരുടെ റെക്കോർഡ് ബുക്കിൽ കുറിച്ചുവെച്ചു. ഒരു 3 ദിവസം കഴിഞ്ഞ് വീണ്ടും ആ വീട്ടിൽ ചെന്നപ്പോൾ അവർ ആ വ്രണം ഒന്നുകൂടി ശ്രദ്ധിച്ചു. അപ്പോൾ അത് കുറച്ചുകൂടി വലുതായ പോലെ അവർക്ക് തോന്നി. അതൊരു റെഡ് ഫ്ലാഗ് ആണെന്ന് മനസ്സിലാക്കിയ ആ നേഴ്സ് ഒട്ടും സമയം കളയാതെ അദ്ദേഹത്തെ അടുത്തുള്ള ഒരു ഡെന്റൽ ക്ലിനിക്കിലേക്ക് റെഫർ ചെയ്തു. അവിടെ വെച്ച് നടത്തിയ പരിശോധനയിലാണ് അത് വായിലെ ക്യാൻസറിന്റെ, ഓറൽ ക്യാൻസറിന്റെ തുടക്കമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞത്. അയ്യോ! ഭാഗ്യത്തിനത് വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റി. അതുകൊണ്ടത് പൂർണ്ണമായിട്ട് ചികിത്സിച്ചു ഭേദമാക്കാനും സാധിച്ചു. കേട്ടിട്ട് ശരിക്കും അത്ഭുതം തോന്നുന്നു. ആ നഴ്സിന്റെ ആ ഒരു നിരീക്ഷണം, ആ റെക്കോർഡ് ബുക്കിലെ ആ കുറിപ്പ്, പിന്നെ സമയത്തത് റെഫർ ചെയ്തത്, അതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുമായിരുന്നു. അതെ. ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം അത് വളരെ വലുതാണ്. കൃത്യമായ രേഖപ്പെടുത്തലും സമയത്തുള്ള ഒരു ഇടപെടലും അത് ചിലപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഒരു ജീവൻ രക്ഷിക്കാൻ വരെ സഹായിച്ചേക്കാം. നമ്മൾ ഈ ചെയ്യുന്ന ഒരുപക്ഷെ ചെറുതെന്ന് തോന്നുന്ന ഈ കാര്യം എത്രത്തോളം ഇംപാക്ട്ഫുൾ ആണെന്ന് ഇത് കാണിക്കുന്നു. ശരിയാണ്. അപ്പോ നമ്മൾ ഇന്ന് ഈ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് ചുരുക്കി പറയാലോ. 1. ദിവസവും വായ പരിചരിക്കുമ്പോൾ കാണുന്ന കാര്യങ്ങൾ 1-2 വാചകത്തിലാണെങ്കിലും കുറിച്ചുവെക്കുക. അത് പ്രധാനമാണ്. അതെ. 2. ആഴ്ചയിലും മാസത്തിലും ഈ കുറിപ്പുകൾ ഒന്ന് റിവ്യൂ ചെയ്യുക. പഴയതുമായിട്ട് താരതമ്യം ചെയ്യുക. എന്തെങ്കിലും മാറ്റമുണ്ടോന്ന് ശ്രദ്ധിക്കുക. ശരിയാണ്. 3. ഉണങ്ങാത്ത പുണ്ണ്, നീര്, വിട്ടുമാറാത്ത ദുർഗന്ധം പോലുള്ള അപകട സൂചനകൾക്ക് എപ്പോഴും ശ്രദ്ധ കൊടുക്കുക. 4. അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ ഒട്ടും വൈകരുത്. വിദഗ്ധ സഹായം തേടുക. റെഫർ ഏർലി. ആരോഗ്യ പ്രവർത്തകരുമായി കാര്യങ്ങൾ വ്യക്തമായി സംസാരിക്കുക. അതെ. 5. ഈ റെക്കോർഡ് ബുക്ക് സ്വകാര്യമായി സൂക്ഷിക്കുക. മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോൾ അനുവാദം ചോദിക്കുക. വിവരങ്ങൾ ബഹുമാനത്തോടെ കൈകാര്യം ചെയ്യുക. തീർച്ചയായും. 6. ഓർക്കുക, നിങ്ങളുടെ കയ്യിലുള്ള ഈ നോട്ട്ബുക്ക് വീട്ടിലെ പരിചരണവും ക്ലിനിക്കിലെ ചികിത്സയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കണ്ണിയാണ്. വളരെ കൃത്യമായിട്ട് സംഗ്രഹിച്ചു. ഇതിന്റെ എല്ലാം ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ ഇതാണ്. നിങ്ങൾ ആ നോട്ട്ബുക്കിൽ കുറിക്കുന്ന ഓരോ വാക്കും ഒരു കഥ പറയുന്നുണ്ട്. അത് രോഗത്തിന്റെ മാത്രം കഥയല്ല, മറിച്ച് നിങ്ങളുടെ ശ്രദ്ധയുടെയും സ്നേഹത്തോടെയുള്ള പരിചരണത്തിന്റെയും ജാഗ്രതയുടെയും കഥയാണ്. ആ ലളിതമായ നോട്ട്ബുക്ക് നിങ്ങളുടെ കൈകളിൽ ഒരു രോഗശാന്തിക്കുള്ള ഉപകരണം കൂടിയായി മാറുകയാണ്. ശ്രദ്ധയോടെയുള്ള നിരീക്ഷണം, കൃത്യമായ രേഖപ്പെടുത്തൽ, ശരിയായ സമയത്തുള്ള വിദഗ്ധ സഹായം തേടൽ, ഇവയെല്ലാം നിങ്ങൾ പരിചരിക്കുന്ന വ്യക്തിയുടെ ആശ്വാസം ഉറപ്പാക്കാനും വേദന കുറയ്ക്കാനും ചിലപ്പോൾ അവരുടെ ജീവൻ രക്ഷിക്കാൻ പോലും സഹായിച്ചേക്കാം. വളരെ മനോഹരമായ എന്നാൽ വളരെ ശക്തമായ ഒരു സന്ദേശമാണിത്. ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ച് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. നിങ്ങൾ പരിചരിക്കുന്ന വ്യക്തിയുടെ വായുടെ ആരോഗ്യത്തിൽ ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതിരുന്ന എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ?
ഇന്നത്തെ ഈ വിവരങ്ങൾ നിങ്ങളുടെ നാളത്തെ പരിചരണത്തിൽ എങ്ങനെ കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും എന്നൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ ഓഡിയോ പരമ്പരയിലെ അടുത്ത ഭാഗത്ത് വായുടെ ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട മറ്റു പ്രധാന വിഷയങ്ങളുമായി നമ്മൾ വീണ്ടും കാണാം. ഇത്രയും നേരം ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി.